എന്ന് വെച്ചാൽ 2008-2009 കാലഘട്ടങ്ങളില് അയൻ, ആദവൻ, പിന്നെ സിംഗം, ആ ഒരു ടൈമില് തമിഴിൽ അന്നത്തെ ഒരു രജനീകാന്ത് കഴിഞ്ഞാൽ ടോപ്പ് ഹീറോ ശരിക്കും സൂര്യനെയാണ്. അന്ന് ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള നടൻ സൂര്യയായിരുന്നു. അതായത് അതെപ്പോഴും മാറി മാറി. അതായത് ആദ്യ ഒരു കാലത്ത് 2000-ന്റെ ഒരു തുടക്കമൊക്കെ അജിത്തായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം വന്നു. വിക്രം അന്യനൊക്കെ സമയത്ത് അന്യനും, അതായത് ജെമിനി മുതലെടുക്കാം, ജെമിനി, സാമി, ധൂള്, അന്യൻ, അതൊക്കെ കഴിഞ്ഞ സമയത്ത് വിക്രമായിരുന്നു ഒന്ന് ടോപ്പ് ഹീറോ. അതായത് യുവ താരങ്ങളാണ്. അതായത് രജനി, കമൽ കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷനിൽ വിക്രം തന്നെയായിരുന്നു ശരിക്കും അന്ന് ടോപ്പ്. അത് കഴിഞ്ഞിട്ടാണ് വിജയും സൂര്യയും അജിത്തും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടുന്ന് പിന്നീട് വിക്രമിന്റെ കുറച്ച് സിനിമകൾ ഫ്ലോപ്പായി തുടങ്ങി, വിജയ്ക്കും കുറച്ച് ഫ്ലോപ്പുകൾ വന്നു തുടങ്ങിയപ്പോ അന്ന് കേറി വന്നത് സൂര്യയാണ്. കാരണം നമുക്കറിയാം വേലും വിജയുടെ അഴകിയ തമിഴ് മകന് ഒരുമിച്ചിറങ്ങിയതിൽ വേലായിരുന്നു ആ വർഷത്തെ വിന്നർ, ദീപാവലി വിന്നർ. വേല് കഴിഞ്ഞു, വാരണമായി ഇറങ്ങുന്നു, അയൻ ഇറങ്ങുന്നു, ആദവൻ ഇറങ്ങുന്നു, നമ്മുടെ സിംഗം 2010 ഇറങ്ങണം വരെ സൂര്യ തന്നെയാണ് ടോപ്പ്. പിന്നെയാണ് സൂര്യക്ക് ഒരു പരാജയങ്ങൾ വന്നു തുടങ്ങിയത്.